ഹലോ ഫ്രണ്ട്സ്, ഞങ്ങളിന്നൊരു യാത്രയിലാണ് കേട്ടോ. കുറേ വിചാരിക്കുന്നു ശ്രീകുട്ടീനെ മൂകാംബിക പോയിട്ട് എഴുത്തിനിരുത്തണമെന്ന്. അപ്പോൾ ഷൊർണൂരിൽ നിന്ന് ട്രെയിൻ വഴി മൂകാംബിക ഒരു യാത്ര. അതായത് കാശി വിൻഡോൻ്റെ അടുത്തിരുന്ന് ക്ഷീണിച്ചു. അപ്പോൾ കാശി സ്ത്രീയൊക്കെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഉറങ്ങി കേട്ടോ. ഞങ്ങൾ വൈകിട്ടാണ് മൂകാംബികയിൽ എത്തിയത്. പുലർച്ചെ ഒരു 7-8 മണിയായപ്പോൾ ഞങ്ങൾ ഫ്രഷായി അമ്പലത്തേക്ക് പോവാണ് കേട്ടോ. ടെമ്പിളിൻ്റെ അടുത്ത് തന്നെയാണ് ഞങ്ങൾ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല തിരക്കും ഉണ്ടായിരുന്നു. നേരെ ഇപ്പം ഞങ്ങൾ ക്യൂലേക്ക് കയറിയിട്ടോ. ശ്രീകോവിലിൽ കയറിയിട്ട് തൊഴുതിന് ശേഷം നമ്മൾ ശ്രീകുട്ടിയെ എഴുത്തിനിരുത്താന്ന് വിചാരിച്ചു. നല്ല തിരക്കും ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ നേരെ ക്യൂവിൽ കയറി. ഇവിടുന്ന് ഷീട്ടാക്കിയിട്ട് വേണം ഈ കുട്ടികളെ എഴുത്തിനിരുത്തുന്ന ആൾക്കാർ എഴുത്തിനിരുത്താൻ. എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങി ഞങ്ങൾ നേരെ സരസ്വതി മണ്ഡപത്തിലേക്ക് പോയപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു അവിടെ. അപ്പം ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. എന്നിട്ട് ഞങ്ങൾ പുറത്തുള്ള പ്രതിഷ്ഠകളെ പോയിട്ട് തൊഴുതിട്ട് വന്നിട്ട് എഴുത്തിനിരുത്താന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങൾ മെല്ലെ പ്രതിഷ്ഠേൻ്റെ അവിടേക്കൊക്കെ പോയിട്ട് തൊഴുകണം. അപ്പോൾ അവിടെ നിന്ന് ശ്രീകുട്ടിക്കും കാശിക്കൊക്കെ മണി കണ്ടപ്പോൾ ഒന്ന് അടിക്കാൻ തോന്നി. അപ്പോൾ അവരെ പൊക്കിയിട്ടൊന്ന് അടുപ്പിച്ചതാ. അതിനുശേഷം ഞങ്ങൾ നേരെ പോയത് നെയ്വിളക്ക് സമർപ്പിക്കാനാട്ടോ. അപ്പോൾ കാശി ഞാൻ 2 നെയ്വിളക്ക് സമർപ്പിച്ചു. കുറേ വിളക്കുകൾ അവിടെ കത്തിച്ചു വെച്ചിട്ടുണ്ട്. അതിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു എനർജിയാണോ അത് എന്തോ ഒരു ഫീലാണ്. അമ്മ നമ്മളെ അങ്ങോട്ട് വിളിച്ചാൽ തന്നെ കേട്ടോ അവിടേക്ക് എത്തിപ്പെടാൻ പറ്റുള്ളൂ. അങ്ങനെ അപ്പോൾ അവിടെ അതിൻ്റെ അടുത്ത് തന്നെ ഒരു തുളസിത്തര ഉണ്ടേ. അവിടെ അതിൻ്റെ ഉള്ളിൽ സൂക്ഷിച്ച് നോക്കിയാൽ നമുക്കൊരു ചെറിയൊരു കൃഷ്ണനെ കാണാം. പോകുന്നവരൊന്ന് നോക്കണം കേട്ടോ. ഇത് തേരാണ് കേട്ടോ. ദേവീനെ പുറത്തേക്ക് എഴുന്നള്ളിക്കും രാവിലെ. ഈ പല്ലക്കിലേക്കും കയറ്റും. 2 തരത്തിലുള്ള പല്ലക്കുണ്ട് കേട്ടോ. ഇപ്പം ഞങ്ങൾ നേരെ സരസ്വതി മണ്ഡപത്തിലേക്ക് കയറി. അപ്പോൾ അവിടെ തിരക്കുണ്ടായിരുന്നില്ല. അപ്പം കുട്ടീനെ എഴുത്തിനിരുത്തി അവർ പറഞ്ഞു തന്നു. അപ്പം നമ്മളതുപോലെ ചെയ്യാം. ശ്രീകുട്ടി ഇതാ എഴുത്തിനൊക്കെ ഇരുത്തിയിട്ട് അവളെ തൊഴുത് നമസ്കരിച്ച് തൊട്ടപ്പുറത്ത് കുറെ ചണ്ഡിക ഹോമങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ദേവീനെ പുറത്തേക്ക് എഴുന്നള്ളിച്ചു. ഈ കാണുന്നത് ദേവീനെ പുറത്തേക്ക് എഴുന്നള്ളിച്ചതാണ് കേട്ടോ. പിന്നെ കൊട്ടും പാട്ടൊക്കെ ഈ ആൾക്കാരും അതിൻ്റെ പിന്നിലുണ്ട്. അപ്പം ഇങ്ങനെ ചുറ്റിയിട്ട് പോകണം. അത് കഴിഞ്ഞിട്ട് ദേവീനെ നേരെ പല്ലക്കിലേക്ക് കയറ്റും. എന്നിട്ട് നേരെ പല്ലക്കിൽ ഇട്ടിട്ട് പല്ലക്കിൽ വഴിയും ഒരു ചുറ്റൽ ചുറ്റും. അതിനുശേഷം പിന്നെ വീണ്ടും വേറൊരു പല്ലക്കിലും കയറ്റും കേട്ടോ. നമ്മളിങ്ങനെ 2 തരത്തിൽ പല്ലക്കിൽ കയറ്റുന്നതാണ് കണ്ടത് അവിടെ. ഇങ്ങനെ ഇതാക്കിയിട്ട് ആൾക്കാരൊക്കെ അതിൻ്റെ പിന്നാലെ ചുറ്റി പോണു. അത് കഴിഞ്ഞിട്ട് ആ ദേവീനെ വേറൊരു പല്ലക്കിൽ കയറ്റുന്നു. എന്നിട്ട് ഈ പല്ലക്ക് എടുത്തിട്ടും പ്രദക്ഷിണം വെക്കും. ഈ പ്രദക്ഷിണം കഴിഞ്ഞിട്ടാണ് നമ്മൾ ആ കാണുന്നത് വലിയ തേരിലേക്ക് ദേവീനെ കയറ്റുന്നത്. എന്നിട്ട് ആ ദേവി കാണുന്ന തേരിലേക്ക് ദേവീനെ കയറ്റും. അവിടുന്ന് ഇങ്ങനെ പ്രദക്ഷിണം കഴിഞ്ഞ് വന്നിട്ട് എന്നിട്ട് പിന്നെ ദേവീനെ അതിലേക്ക് കയറ്റി പട്ടൊക്കെ ചാർത്തി അവിടെ നിന്നും ഒരു ദീപാരാധന കഴിഞ്ഞിട്ട് ദീപം ആരാധിച്ചിട്ടാണ് പിന്നെ തേര് വലിക്കുന്നത് കണ്ടോ. കണ്ടല്ലേ? അങ്ങനെ ദീപം കാണിച്ച് അതിനുശേഷം എല്ലാവരും കൂടിയിട്ട് തേര് വലിക്കാൻ പറ്റുന്നവർക്കൊക്കെ കയറ് വലിച്ചിട്ട് വലിക്കാട്ടോ. ചില ആൾക്കാർ ബാക്കിൽ ഉന്തി കൊടുക്കുന്നുണ്ട്. ഒന്ന് തൊടാൻ പറ്റുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു ഭാഗ്യമാണല്ലോ. അപ്പൊ അത് കാണാൻ സാധിച്ചത് വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നു കേട്ടോ. അങ്ങനെ ദേവീനെ ഇറക്കി ശ്രീകോവിലിൽ